ഷൂ മിണ്ടാതിരിക്കും പിള്ളേരെ. പ്രിൻസിപ്പൾ അങ്ങനെ കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ആദ്യം പറപ്പിക്കും. ഞാൻ എക്സാം ഹാളിൽ നിൽക്കുന്നതെന്ന് കരുതി ആരും സന്തോഷിക്കണ്ട. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണേ. ഇന്ന് ഹിന്ദിയല്ല എക്സാം. എനിക്ക് ഒട്ടും അറിയാത്ത സബ്ജക്റ്റ്. എന്നോട് ആരും ഡൗട്ട് ചോദിക്കണ്ട. ഇവിടെ ആരാ ഹിന്ദി നന്നായിട്ട് പഠിക്കുന്നത്? ജിതിൻ. ഓക്കെ. ജിതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആൻസർ അല്ല, ക്വസ്റ്റ്യൻ. അടങ്ങിയിട്ടിടാ അവിടെ. പിള്ളേരെ കൂൾ ഓഫ് ടൈം തന്നേക്കുന്നത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനാണ്, അല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനല്ല. ഡാ മനു, കയ്യിൽ വല്ലതും ഉണ്ടോ? പ്രിൻസിപ്പാൾ ഇടയ്ക്ക് ചെക്കിങ്ങിന് കയറി വരും. പിന്നെ പൊക്കിയിട്ട് അയ്യോ മിസ്സേ എന്ന് പറയരുത് കേട്ടോ. നിങ്ങളുണ്ടോ? എല്ലാവരും എഴുതി തുടങ്ങിക്കോട്ടോ. എന്താ മനു, പേനയില്ലാതാണോ വരുന്നേ? തെളിയുന്നില്ലേ? രാഹുൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ കൊടുക്കും. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കി എഴുതണം കേട്ടോ. അല്ല മിസ്സേ, അല്ല, എനിക്കിന്ന് ഇവിടെ തന്നെയാണ്. പോവില്ല, ഞാനിന്ന് ഇവിടെ തന്നെയാണ്. നീ ഒന്നും പഠിച്ചില്ലേ? ശ്രീലക്ഷ്മി, ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? എന്തിനാ ഈ 2 പേപ്പറൊക്കെ എഴുതുന്നേ? 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ചെഴുത് കേട്ടോ. 5 മാർക്കിന് 5 മാർക്ക് എന്നല്ലേ കിട്ടുള്ളൂ. ശ്രദ്ധിച്ച്. രാഹുലെ, അവനവൻ്റെ പേപ്പർ നോക്കി എഴുത്. പ്രിൻസിപ്പാൾ വരുന്നുണ്ട്. സാറേ. ഇല്ല, കുട്ടികളൊക്കെ നന്നായിട്ട് എഴുതുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും പോകുന്നുണ്ട്. അതാ ഞാൻ വന്നപ്പോഴേ പറഞ്ഞത് ഇന്ന് പ്രിൻസിപ്പാൾ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന്. ഇനി എഴുത്. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ. വേഗം എഴുതി തീർക്കും. ഞാൻ പേപ്പർ വാങ്ങിക്കാൻ വരുമ്പോൾ ഇങ്ങനെ തരണം. ശ്രീരാജ് അറിയുന്നതാണെങ്കിൽ അവനോട് പറഞ്ഞു കൊടുക്ക്. ഇനി അല്ലെങ്കിൽ അവൻ തോറ്റു പോവും. എഴുതി കഴിഞ്ഞോ? എക്സ്ട്രാ ഷീറ്റ് ആർക്കെങ്കിലും വേണോ? റോൾ നമ്പർ 1. ഞാൻ പറഞ്ഞല്ലേ വേഗം എഴുതാൻ. താത്ത, എടാ പേപ്പർ താ. ശരി, ഞാൻ തിരിച്ചു വരുമ്പോൾ തരണം. നീ എഴുതി കഴിഞ്ഞില്ലേ? അപ്പോൾ ശരി, ഹിന്ദി എല്ലാവരും പാസ്സാവില്ലേ? ശരി, അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ഹാപ്പി വെക്കേഷൻ. ശരി, താങ്ക് യു.